മകളെ, കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 13-ാം ദിവസം കൗരവ മഹാരഥന്മാർ കൂട്ടമായി ആലോചിച്ച് അർജുനപുത്രനായ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിനുള്ളിൽ വെച്ച് ചതിവിൽ വധിച്ചു. യുധിഷ്ഠിരൻ്റെയും ഭീമസേനൻ്റെയും ഉറപ്പിന്മേലാണ് അഭിമന്യു ചക്രവ്യൂഹം തകർത്ത് അതിനുള്ളിൽ കടന്ന് കൗരവർക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയത്. അഭിമന്യു കൗരവവീരന്മാരായ ധാരാളം പേരെ കാലുപുരിക്കയച്ചു. ഇത് കണ്ട് ജയദ്രഥൻ്റെ നേതൃത്വത്തിൽ കർണൻ തകർന്നുപോയ ചക്രവ്യൂഹം അഭിമന്യുവിന് ചുറ്റും പടുത്തുയർത്തി. തന്മൂലം പാണ്ഡവർക്ക് അഭിമന്യുവിനെ പിന്തുടരാൻ സാധിച്ചില്ല. ചക്രവ്യൂഹം തകർക്കാൻ പാണ്ഡവപക്ഷത്ത് 4 പേർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ശ്രീകൃഷ്ണൻ, അർജുനൻ, അഭിമന്യു, പ്രദ്യുമ്നൻ എന്നിവരായിരുന്നു അവർ. അഭിമന്യുവിൻ്റെ മരണത്തിൽ യുധിഷ്ഠിരൻ അതീവ ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുവാൻ വേദവ്യാസൻ അവിടെ എത്തി. അദ്ദേഹം മരണത്തെക്കുറിച്ചുള്ള ചില കഥകൾ യുധിഷ്ഠിരനോട് പറഞ്ഞു. ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയായ മൃത്യുവിൻ്റെ ജോലിയാണ് മരണമെന്നും അത് പ്രകൃതിയുടെ നിയമമാണെന്നും അതിൽ ദുഃഖിക്കേണ്ടതില്ലെന്നും മറ്റും യുധിഷ്ഠിരനെ ബോധ്യപ്പെടുത്തുവാൻ വേദവ്യാസൻ ശ്രമിക്കുന്നു. അതിനുള്ള ഉദാഹരണമായി ധാരാളം രാജാക്കന്മാരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മനസ്സിനൊരൽപ്പം ആശ്വാസം തോന്നിയപ്പോൾ മുൻകാലങ്ങളിൽ മരണം സംഭവിച്ച രാജാക്കന്മാരുടെ കൂടുതൽ കഥകൾ കേൾക്കുവാൻ യുധിഷ്ഠിരൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ സൃഞ്ജയൻ എന്ന രാജാവിന് നാരദ മഹർഷി നൽകിയ ഉപദേശങ്ങൾ വേദവ്യാസൻ യുധിഷ്ഠിരന് വിവരിച്ചു കൊടുത്തു. നാരദ മഹർഷിയുടെ അനുഗ്രഹത്താൽ സൃഞ്ജയൻ എന്ന രാജാവിന് ജനിച്ച സുവർണഷ്ടിവി എന്ന മകൻ്റെ മരണകഥയും അഭിഷത്ത് എന്ന മഹാരാജാവിൻ്റെ പുത്രനായ മരുത്തൻ്റെ കഥയും ഉശീനരൻ എന്ന രാജാവിൻ്റെ മകനായ ശിബിയുടെ കഥയും നാരദൻ പറഞ്ഞു കേൾപ്പിക്കുന്നു. ആ കഥകളൊന്നും സൃഞ്ജയ മഹാരാജാവിനെ തൃപ്തിപ്പെടുത്തിയില്ല. അപ്പോൾ നാരദൻ ചോദിച്ചു, രാജാവേ, പ്രജാക്ഷേമ തൽപരനും നീതിബോധമുള്ളവനുമായ ശ്രീരാമചന്ദ്രൻ്റെ കഥ കേൾക്കുക. അയോധ്യാധിപനായിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ 4 മക്കളിൽ ഒന്നാമനായിരുന്നു ശ്രീരാമചന്ദ്രൻ, മഹാവിഷ്ണുവിൻ്റെ അവതാരം. രാവണവധത്തിനായി അവതരിച്ച ശ്രീരാമൻ ആ കൃത്യം നിർവഹിച്ചിട്ട് നീതിബോധത്തോടെ രാജ്യം ഭരിച്ചു. യാതൊരു ദോഷബാധകളും ഇല്ലാതെ ശ്ലാഘനീയമായി ഭരണം നടത്തിയ ആ ദേവൻ ഇന്നിവിടെ. ഇക്ഷ്വാകു വംശത്തിലെ പ്രമുഖ രാജാവായിരുന്നില്ലേ ഭഗീരഥൻ? താപസന്മാരുടെയും ബ്രാഹ്മണരുടെയും ശക്തി കണ്ട് ഭയന്നുപോയ ഗംഗാദേവി ഭഗീരഥൻ്റെ മടിയിലല്ലേ അഭയം തേടിയത്? പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് ഗംഗ ഭഗീരഥൻ്റെ മടിയിൽ അഭയത്തിന് എത്തിയത്. ഭഗീരഥൻ ദേവിയെ മകളെപ്പോലെ കരുതി. അത്രമേൽ പുണ്യവാനായ ഭഗീരഥൻ ദിവംഗതനായില്ലേ? ഇലബില എന്ന രാജാവിൻ്റെ പുത്രനും ദിലീപൻ എന്നറിയപ്പെടുകയും ചെയ്ത ഖഡ്വാങ്കൻ എന്ന രാജാവ് യാഗങ്ങളും യജ്ഞങ്ങളും ദാനധർമ്മങ്ങളും മുറതെറ്റാതെ നടത്തി. ഗന്ധർവ രാജാവായ വിശ്വവസു ദിലീപൻ്റെ രാജസദസ്സിൽ വീണ വായിച്ചിരുന്നു. അതിഥി സൽക്കാരത്തിൽ തൽപരനായിരുന്ന ഖഡ്വാങ്കൻ്റെ സദസ്സിൽ എന്നും സംഗീതവും ഞാണൊലിയും അതിഥികളുടെ കോലാഹലങ്ങളും നിത്യേന മുഴങ്ങിയിരുന്നു. എന്നിട്ടും ആ ഖഡ്വാങ്കൻ പരലോകം പോകിയില്ലേ? ഇനിയും കേട്ടുകൊള്ളൂ. യുവനാശന രാജാവിൻ്റെ പുത്രനായ മാന്ധാതാവിൻ്റെ മരണവർത്തമാനം അറിയുമോ? ഒരിക്കൽ യുവനാശനൻ വേട്ടയാടി നടക്കുമ്പോൾ വനത്തിൻ്റെ ഒരു ഭാഗത്ത് പുക ഉയരുന്നത് കണ്ട് അവിടേക്ക് ചെന്നു. ആ പുക ഉയർന്നിരുന്നത് യാഗശാലയിൽ നിന്നും ആയിരുന്നു. അവിടെ എത്തിയ രാജാവ് അവിടെ മന്ത്രം ജപിച്ച് വെള്ളം ചേർത്ത് വെച്ചിരുന്ന നെയ്യ് എടുത്തു കുടിച്ചു. അത് കുഴപ്പമായി. വയറ്റിലെത്തിയ നെയ്യ് ഉരുണ്ടുകൂടി ഒരു ശിശുവായി രാജാവിൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടു. ഉടൻ തന്നെ ദേവവൈദ്യന്മാരായ അശ്വിനി ദേവകളെ വരുത്തി രാജാവിൻ്റെ ഉദരത്തിൽ നിന്നും ആ ശിശുവിനെ പുറത്തെടുത്തു. അതൊരു ആൺകുഞ്ഞായിരുന്നു. അപ്പോൾ യാഗശാലയിലുണ്ടായിരുന്ന ദേവന്മാർ ഒരു സംശയം ഉന്നയിച്ചു. അതിതായിരുന്നു, ഇവനെ ആര് പാലൂട്ടും? അപ്പോൾ ഇന്ദ്രദേവൻ പ്രത്യക്ഷപ്പെട്ട് മാം ധാത, ഞാൻ കുടിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇന്ദ്രൻ്റെ പെരുവിരലിൽ നിന്നും പാലുണ്ടായി. അത് ആ കുഞ്ഞ് കുടിച്ചു. ഇന്ദ്രൻ ഇപ്രകാരം മാന്ധാത എന്ന് പറഞ്ഞതുകൊണ്ട് പിൽക്കാലത്ത് ആ രാജകുമാരൻ മാന്ധാതാവ് എന്ന് അറിയപ്പെട്ടു. ധർമ്മിഷ്ഠനും ധീരനും സത്യസന്ധനും ജിതേന്ദ്രിയനുമായ ഒരു രാജാവായിരുന്നു മാന്ധാതാവ്. എന്നിട്ടോ അയാളും യമലോകം പോകിയില്ലേ? സൃഞ്ജയ, നീ നോക്കൂ, നഹുഷൻ്റെ പുത്രനായ യയാതിയുടെ അവസ്ഥ എന്തായിരുന്നു? എത്രയെത്ര യാഗങ്ങൾ യയാതി നടത്തി.
അശ്വമേധം, രാജസൂയം, വാജപേയം, പുണ്ടരീകം, അതിരാത്രം, ചാതുർമാസ്യം തുടങ്ങിയ കർമ്മങ്ങളെല്ലാം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. താപസന്മാർക്കും ബ്രാഹ്മണർക്കും കണക്കില്ലാതെ ദാനം നൽകി. ദേവയാനി, ശർമ്മിഷ്ഠ എന്നീ പത്നിമാരിൽ നിന്നും പുത്രസമ്പത്തും ലഭിച്ചു. സുഖങ്ങൾ അദ്ദേഹത്തിന് മടുത്തപ്പോൾ അദ്ദേഹം പത്നിമാരോടൊപ്പം വാനപ്രസ്ഥം സ്വീകരിച്ചു. എന്നിട്ടും അദ്ദേഹം മരണപ്പെട്ടില്ലേ? നിന്റെ മകനേക്കാൾ എന്തുകൊണ്ടും മഹത്വമുള്ളവനായിരുന്നു യയാതി. നാഭാഗ രാജാവിൻ്റെ പുത്രനായ അംബരീഷൻ ധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നില്ലേ? ധാരാളം പത്നിമാരുള്ള ഒരു രാജാവായിരുന്നു ശശബിന്ദു. അദ്ദേഹം തൻ്റെ പുത്രന്മാരെ കൊണ്ട് എത്രയോ യാഗങ്ങൾ നടത്തിച്ചു. എന്നിട്ടും അവരൊക്കെയും ദിവംഗതരായില്ലേ? സൃഞ്ജയ, നിനക്ക് അമൂർത്തരയൻ എന്ന രാജാവിൻ്റെ കഥ അറിയുമോ? അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ഗയൻ. യാഗവേളകളിൽ അഗ്നിയിലർപ്പിക്കുന്ന ഹവിസിൻ്റെ ശേഷഭാഗമേ അയാൾ കഴിക്കുമായിരുന്നുള്ളൂ. യാഗത്തിൽ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് വരം നൽകിയപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്തായിരുന്നറിയുമോ? തപസ്, വേദപഠനം, ബ്രഹ്മചര്യം എന്നിവയിൽ മനസ്സെപ്പോഴും വ്യാപൃതമായിരിക്കണം. ധർമ്മം പാലിച്ചുള്ള ധനം മാത്രം ഉണ്ടാകണം. പതിവ്രതയായ ഭാര്യയിൽ നിന്നും സത്പുത്രന്മാർ ജനിക്കണം. ധാർമ്മികമായ കർമ്മങ്ങളിൽ തടസ്സം ഉണ്ടാകരുത്. അഗ്നിദേവൻ്റെ അനുഗ്രഹത്താൽ എല്ലാ സുഖങ്ങളും ഗയൻ അനുഭവിച്ചു. എന്നിട്ടും മരണം അദ്ദേഹത്തെ ഉപേക്ഷിച്ചോ? സംകൃതിയുടെ പുത്രനായ രന്തിദേവൻ അതിഥിപൂജയിൽ പ്രശസ്തനായിരുന്നില്ലേ? എന്നിട്ടും കാലപാശത്തിൽ നിന്ന് ഒഴിവായില്ല. കുട്ടിയായിരുന്നപ്പോൾ തന്നെ സിംഹങ്ങളെ വരെ വരുതിയിൽ നിർത്തിയവനായിരുന്നില്ലേ ദുഷ്യന്തപുത്രനായ ഭരതൻ? അദ്ദേഹം എത്രയെത്ര അശ്വമേധങ്ങൾ നടത്തി. എന്നിട്ടും യമരാജനിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ കഴിഞ്ഞോ? മഹർഷിമാർ ചക്രവർത്തിയായി വാഴിച്ച പൃഥു ആയിരുന്നില്ലേ ഈ ഭൂമിയെ കാർഷിക യോഗ്യമാക്കിയത്? പൃഥുവിനാൽ ഭൂമി പൃഥ്വി എന്നറിയപ്പെട്ടു. തന്മൂലം ആരും ദാരിദ്ര്യം അനുഭവിച്ചിരുന്നില്ല. ജനങ്ങൾ മുഴുവൻ പൃഥുവിനെ ആരാധിച്ചിട്ടും മരണത്തിന് കീഴ്പ്പെട്ടില്ലേ? അതിനാൽ സൃഞ്ജയ, നീ ഈ ദുഃഖം മാറ്റിവെക്കൂ. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് കർമ്മനിരതനാകൂ. ഈ ഭൂമിയിൽ ജനിച്ച ഒന്നിനും അവസാനമില്ലാതെയില്ല. അപ്പോഴും സൃഞ്ജയൻ മൗനിയായിരുന്നു. ഇത് കണ്ട് നാരദൻ ചോദിച്ചു, രാജാവേ, ഞാൻ പറഞ്ഞതെല്ലാം നീ കേട്ടല്ലോ. ഇവിടെ ക്ഷരമല്ലാത്തത് ഒന്നുമില്ല. മനസ്സിലായോ? സൃഞ്ജയൻ പറഞ്ഞു, മഹർഷി, അങ്ങ് പറഞ്ഞ സംഭവങ്ങൾ എല്ലാം കേട്ടറിഞ്ഞതോടെ എൻ്റെ പുത്രദുഃഖം അകന്നു. എല്ലാറ്റിനും മരണമുണ്ടാകും, അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഈ സത്യം ഞാൻ മനസ്സിലാക്കുന്നു. നാരദൻ പറഞ്ഞു, നല്ലത്. ഇനി നിന്റെ ആഗ്രഹം എന്താണെന്ന് പറയൂ. സൃഞ്ജയൻ പറഞ്ഞു, മഹർഷി, അങ്ങ് എന്നിൽ പ്രസാദിച്ചു കഴിഞ്ഞുവല്ലോ. അതിൽ തന്നെ ഞാൻ തൃപ്തനാണ്. അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രമാകുന്ന ഒരുവൻ എല്ലാം നേടിക്കഴിഞ്ഞിരിക്കും. നാരദൻ പറഞ്ഞു, സൃഞ്ജയ, നിന്റെ മകനെ കൊള്ളക്കാർ മൃഗീയമായി വധിച്ചു കളഞ്ഞു. അവനിപ്പോൾ നരകത്തിലാണുള്ളത്. അവനെ ഞാൻ അവിടെ നിന്നും ഉദ്ധരിച്ച് വീണ്ടും നിനക്ക് നൽകാം. നാരദൻ്റെ വാക്കുകൾ പൂർത്തിയാകും മുമ്പേ സഞ്ജയപുത്രൻ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് വളരെയേറെ സന്തോഷിച്ചു. വ്യാസൻ പറഞ്ഞു, യുധിഷ്ഠിര, ധർമ്മമനുഷ്ഠിച്ച് കൃതാർത്ഥനാകും മുമ്പേ കൊള്ളക്കാരാൽ പീഡിപ്പിക്കപ്പെട്ട് മരിക്കുക മൂലം നാരദൻ ആ കുമാരനെ പുനർജീവിപ്പിച്ചു. ഇവിടെ അഭിമന്യുവിൻ്റെ കാര്യം നോക്കൂ. ആ കുമാരൻ യുദ്ധഭൂമിയിൽ പ്രവേശിച്ച് തൻ്റെ കർത്തവ്യമായ ശത്രുസംഹാരം കഴിച്ച് ധർമ്മം പൂർണ്ണമായും അനുഷ്ഠിച്ച ശേഷമാണ് ശത്രുക്കളുടെ നീചമായ തന്ത്രത്തിൽപ്പെട്ട് മരിച്ചത്. അവൻ ജീവിതത്തിൽ കൃതാർത്ഥനാണ്. അവൻ്റെ ചേതന ചന്ദ്രമണ്ഡലത്തിൽ പ്രവേശിച്ച് ദിവ്യപ്രഭ ചൊരിയുന്നു. യോഗികൾക്കും തപസ്വികൾക്കും നിഷ്കാമകർമ്മികൾക്കും മാത്രം ലഭിക്കുന്ന ഉത്തമമായ സ്ഥാനമാണത്. അതിനാൽ അഭിമന്യുവിൻ്റെ മരണത്തെ ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല. ഇത്രയും കാര്യങ്ങൾ യുധിഷ്ഠിരനെ ബോധ്യപ്പെടുത്തിയ ശേഷം വ്യാസഭഗവാൻ അന്തർധാനം ചെയ്തു. വ്യാസൻ്റെ വാക്കുകൾ യുധിഷ്ഠിരന് ആശ്വാസം പകരുന്നതായിരുന്നു എങ്കിലും ഒരു ചിന്ത അയാളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അർജുനൻ. പുത്രദുഃഖത്താൽ വിലപിക്കുന്ന അർജുനനെ എങ്ങനെ സമാധാനിപ്പിക്കും? അതിനൊരു ഉത്തരം യുധിഷ്ഠിരൻ്റെ മനസ്സിലെങ്ങും തെളിഞ്ഞില്ല. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു, മഹാരാജാവേ, സൂര്യൻ അസ്തമിച്ചതോടെ അന്നത്തെ കൂട്ടക്കുരുതിയും സമാപിച്ചു. സൈനികർ പാളയത്തിലേക്ക് മടങ്ങി. സംശപ്തകന്മാരെ ഒന്നോടെ കൊന്നൊടുക്കിയ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന രഥത്തിൽ ശിബിരത്തിലേക്ക് മടങ്ങുകയായിരുന്നു. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, മനസ്സ് വല്ലാതെ ആശങ്കപ്പെടുന്നു. നോക്കുന്നിടത്തെല്ലാം അപശകുനങ്ങൾ. എൻ്റെ സഹോദരന്മാർക്കെല്ലാം ക്ഷേമമായിരിക്കുമോ? സർവവും അറിയുന്ന ഭഗവാൻ പറഞ്ഞു, പാർത്ഥ, വിഷമിക്കേണ്ടതില്ല. നിന്റെ സഹോദരങ്ങളെല്ലാവരും സുരക്ഷിതരാണ്. നീ കാണുന്ന അപശകുനങ്ങൾ മറ്റെന്തോ ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്.
അവർ സന്ധ്യാവന്ദനമെല്ലാം കഴിച്ച് മടക്കയാത്ര തുടർന്നു. പടകുടീരത്തിലേക്ക് അടുക്കുംതോറും ഒരാപൽ ശങ്ക അർജുനൻ്റെ മനസ്സിൽ വളരാൻ തുടങ്ങി. ശിബിരത്തിലേക്ക് അടുക്കുംതോറും ദുഃഖം ഘനീഭവിച്ച് നിൽക്കുന്ന കാഴ്ചകൾ കണ്ടപ്പോൾ അർജുനൻ ചോദിച്ചു, ദേവദേവ, എന്താണിത്? ഇവിടെ മംഗളവാദ്യങ്ങൾ മുഴങ്ങുന്നില്ല, സ്തുതിപാഠകർ മൗനമായിരിക്കുന്നു, സൈനികർക്കിടയിൽ ഭയപ്പെടുത്തുന്ന ഒരു മൂകത തളം കെട്ടി നിൽക്കുന്നു, ബന്ധുജനങ്ങൾ ഉത്കണ്ഠാകുലരായിരിക്കുന്നു. പതിവ് പോലെ അഭിമന്യു സഹോദരങ്ങളോടൊപ്പം എന്നെ എതിരേൽക്കാൻ എത്തിയിട്ടില്ല. എന്താണിത്? ഇവിടെ ആർക്കെന്ത് സംഭവിച്ചു? ശ്രീകൃഷ്ണൻ അർത്ഥഗർഭമായി പാർത്ഥൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.